Welcome to Political Science Class 8. Today I am going to teach a new lesson, Understanding our Criminal Justice System. Okay. Topic in this chapter, Key Players of our Criminal Justice System. What is the role of the police in investigating a crime? What is the role of the public prosecutor? What is the role of the judge? What is a fair trial? ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. What are the key players of our criminal justice system? There are four key players: the police, the public prosecutor, the defense lawyer, and the judge. Okay? അപ്പോൾ പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടറും ഡിഫൻസ് ലോയറും ജഡ്ജുമാണ്. ഇവരെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇവരുടെ റോൾ എന്താണെന്നൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് അവർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അതായത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. When we see someone violating the law, we immediately think of informing the police. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ ആദ്യമായിട്ട് ആരെയാണ് കാണുന്നത്? പോലീസിനെ വിളിക്കും അല്ലേ? എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുക, എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായാൽ ആദ്യമേ നമ്മൾ പോലീസിനെ വിളിക്കും. അപ്പോൾ കുറ്റകൃത്യം അന്വേഷിക്കുന്നതിൽ പോലീസിൻ്റെ പങ്ക് എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, you might have seen either in real life or in the movies police officers filling report and arresting persons, because of the role played by the police in arresting persons, we often get confused and think that it is the police who decide whether a person is guilty or നോട്ട്. അപ്പം ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കോടതിയാണ് അല്ലേ? അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കോടതി. ആഫ്റ്റർ എ പേഴ്സൺ ഈസ് അറസ്റ്റഡ്, ഇറ്റ് ഈസ് എ കോർട്ട് ഓഫ് ലോ ദാറ്റ് ഡിസൈഡ് വെദർ ദി അക്യൂസ്ഡ് പേഴ്സൺ ഈസ് ഗിൽറ്റി ഓർ നോട്ട്. According to the Constitution, every individual charged of a crime has to be given a fair trial. അപ്പോൾ അക്യൂസ്ഡ് എന്ന് പറയുന്നത് എന്താ? അക്യൂസ്ഡ് കുറ്റാരോപിതൻ എന്ന് പറയും. അതായത് ഒരു കുറ്റകൃത്യത്തിന് കോടതി വിചാരണ ചെയ്യുന്ന വ്യക്തിയാണ് അക്യൂസ്ഡ് എന്ന് പറയുന്നത്. അക്യൂസ്ഡ്, this refers to the person who is tried by a court ഫോർ എ ക്രൈം. അതായത് ഒരു കുറ്റകൃത്യത്തിന് കോടതി വിചാരണ ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് ദിസ് റെഫേഴ്സ് ടു ദ പേഴ്സൺ ഹൂ ഈസ് ട്രൈഡ് ബൈ എ കോർട്ട് ഫോർ എ ക്രൈം, അക്യൂസ്ഡ്. ഓക്കെ, നമ്മുടെ ടെസ്റ്റിൽ ഒരു സ്റ്റോറി ഉണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതിൻ്റെ ഇൻസിഡൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, okay. Then next, from the above incidents, you can see that the four key players in the criminal justice system are the police, the public prosecutor, the defense lawyer and the judge. ഇന്നത്തെ 4 കീ പ്ലേയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. പോലീസുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, ഡിഫൻസ് ലോയർ ഉണ്ട്, ജഡ്ജുണ്ട്. അപ്പം അവരുടെ റോൾ എന്താണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ പോലീസ് ഇൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് എ ക്രൈം? വൺ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദി പോലീസ് ഈസ് ടു ഇൻവെസ്റ്റിഗേറ്റ്സ് എനി കംപ്ലൈൻറ്റ് എബൌട്ട് ദി കമ്മീഷൻ ഓഫ് എ ക്രൈം. ഓക്കെ, അതായത് ഒരു കുറ്റകൃത്യം അന്വേഷിക്കുന്നതിൽ പോലീസിൻ്റെ പങ്ക് എന്താണ്? അതായത് ഒരു കുറ്റകൃത്യത്തിൻ്റെ കമ്മീഷനെ കുറിച്ചുള്ള എന്തെങ്കിലും പരാതി
അന്വേഷിക്കുക എന്നതാണ് പോലീസിൻ്റെ പ്രധാന പ്രവർത്തനം. ഇൻവെസ്റ്റിഗേഷൻ. ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻക്ലൂഡ്സ് recording statements of witness and collecting different kinds of evidence. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു അന്വേഷണത്തിൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനും വിവിധതരം തെളിവുകൾ ശേഖരിക്കുന്നതും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ഓക്കെ, വൺ ഓഫ് ദ basis of the investigation, the police are required to form an opinion. If the police think that the evidence points to the guilt of the accused person, then they file a charge sheet in the court. Okay, witness എന്ന് പറയാൻ എന്താ? This refers to the person who is called upon in court to provide a first-hand account of what he or she has seen, heard or knows. അതായത് അവളെ കണ്ടതോ കേട്ടതോ അറിയാവുന്നതോ ആയ കാര്യങ്ങളുടെ ആദ്യ വിവരണം, ഫസ്റ്റ് ഹാൻഡ്, അതായത് ആദ്യ വിവരണം നൽകാൻ കോടതിയിൽ വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്. ദിസ് റെഫേഴ്സ് ടു ദ പേഴ്സൺ ഹു ഈസ് കോൾഡ് അപ്പോൺ ഇൻ court to provide a first hand account of what he or she has seen, heard or knows. അതായത് എന്താണ്? കണ്ടതോ കേട്ടതോ അറിയാവുന്നതോ ആയ കാര്യങ്ങളുടെ ആദ്യ വിവരണം നൽകാൻ കോടതിയിൽ വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് വിറ്റ്നസ് എന്ന് പറയും. ഓക്കെ, പിന്നെ അതുകൂടാതെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അഭിപ്രായം രൂപീകരിക്കേണ്ടതുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അഭിപ്രായം രൂപീകരിക്കേണ്ടതുണ്ട്. അതായത് കുറ്റാരോപിതൻ കുറ്റക്കാരനാണെന്ന് കരുതുന്നുവെങ്കിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. അതായത് ചാർജ് ഷീറ്റ് ഇൻ ദ കോർട്ട്, ഫയൽ എ ചാർജ് ഷീറ്റ് ഇൻ ദി കോർട്ട്. ദെൻ ആസ് സ്റ്റേറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് ചാപ്റ്റർ, ഇറ്റ് ഈസ് നോട്ട് ദ ജോബ് of the police to decide whether a person is guilty or innocent. That is for the judge to decide. അതായത് ഒരു വ്യക്തി കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് തീരുമാനിക്കാൻ പോലീസിന് കഴിയില്ല. അത് തീരുമാനിക്കുന്ന ആരാണ്? ജഡ്ജിയാണ് അത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ദ പോലീസ് ഇൻവെസ്റ്റിഗേഷൻസ് always have so be conducted in accordance with the law and with the full respect for human rights. The Supreme Court has laid down guidelines that the police must follow at the time of arrest, detention and interrogation. ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? പോലീസിന് അനധികൃതമായും കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഈ പ്രതിയെ അനധികൃതമായിട്ടും അവർ കസ്റ്റഡിയിൽ വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം എല്ലായ്പ്പോഴും നിയമപ്രകാരമായിരിക്കണം. അതായത് മനുഷ്യ അവകാശങ്ങളോട് പൂർണ്ണമായും ബഹുമാനിക്കേണ്ട രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അതായത് പോലീസിന് അനധികൃതമായിട്ടും പ്രതിയെ കസ്റ്റഡിയിൽ വെക്കുവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ 22 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്രിമിനൽ ലോ. അപ്പം ഇൻ എവരി അറസ്റ്റഡ് പേഴ്സൺസ് ദ ഫോളോവിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പം ആർട്ടിക്കിൾ 22 പറയുന്നുണ്ട്, അതായത് അറസ്റ്റ് ചെയ്ത ഓരോ വ്യക്തിക്കും ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? മൗലിക അവകാശങ്ങൾ അത് പാലിക്കണം. അതിനനുസരിച്ചാണ് എല്ലാം അറസ്റ്റൊക്കെ ചെയ്യേണ്ടത്. ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അറ്റ് ദ ടൈം ഓഫ് അറസ്റ്റ് ഓഫ് ദ ഒഫൻസ് ഫോർ വിച്ച് ദ പേഴ്സൺ ഈസ് ബീങ് അറസ്റ്റഡ്. അതായത് ആർട്ടിക്കിൾ 22 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ? വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുമ്പോൾ അറിയാനുള്ള അവകാശം, അതായത് അറസ്റ്റ് ചെയ്ത്
24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുവാനുള്ള അവകാശമുണ്ട്. ദ റൈറ്റ് ടു ബി പ്രസൻറ്റഡ് ബിഫോർ എ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours ഓഫ് അറസ്റ്റ്. അപ്പം എന്താണ്, വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള അറിയിക്കുവാനുള്ള അവകാശം ആദ്യത്തെ ഇതിനകത്ത് പറയുന്നു. ഇനി രണ്ടാമത്തെ എന്താണ്, 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ആ വ്യക്തിയെ ഹാജരാക്കണം. The right not to be ill-treated or tortured during arrest or in custody. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലോ മോശമായി പെരുമാറാനോ പീഡിപ്പിക്കുവാനോ ഒന്നും ചെയ്യുവാനുള്ള അവകാശം ഇല്ല. അതായത് കൺഫെഷൻസ് മെയ്ഡ് ഇൻ പോലീസ് കസ്റ്റഡി കനോട്ട് ബി യൂസ്ഡ് ആസ് എവിഡൻസ് എഗൻസ്റ്റ് ദ അക്യൂസ്ഡ്. അപ്പം കസ്റ്റഡിയിൽ മോശമായി പെരുമാറുവാനോ പീഡിപ്പിക്കാനുള്ള അവകാശം ഇല്ല. അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ നൽകിയ കുറ്റസമ്മതം പ്രതികൾക്കെതിരായ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. അതാണ് അവിടെ പറഞ്ഞ എവിഡൻസ്. എ ബോയ് അണ്ടർ 15 years ഓഫ് ഏജ് ആൻഡ് വുമൺ കനോട്ട് ബി കോൾഡ് ടു ദ പോലീസ് സ്റ്റേഷൻ ഓൺലി ഫോർ എ ക്വസ്റ്റ്യനിങ്. അതായത് 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയും സ്ത്രീകളെയും ചോദ്യം ചെയ്യലിനായി ചോദ്യം ചെയ്യലിന് മാത്രം പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ കഴിയില്ല. ചോദ്യം ചെയ്യലിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുവാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ആർട്ടിക്കിൾ 22 പറഞ്ഞിരിക്കുന്ന ഈ 5 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മനസ്സിലായോ അത്?